രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തിയ റഷ്യയുടെ ആ, വാർഷികം അത് നാളെ ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ലോക നേതാക്കളും റഷ്യ സന്ദർശിക്കുന്നുണ്ട്. അതിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഒഴിവായെങ്കിലും ചൈനയുടെ പ്രധാന നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് റഷ്യ മാറുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് നിലവിൽ റഷ്യയെ യുക്രൈൻ ആക്രമിച്ചിരിക്കുന്നത്. ഇതെന്താണ് യുക്രൈൻ ആ അവിടുത്തെ നേതാവുണ്ടല്ലോ സെലൻസ്കി, അദ്ദേഹം ആ ജനങ്ങളെ കൊലക്കി കൊടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ വേണം കരുതാൻ. ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. സെലൻസ്കി കാണിച്ചിരിക്കുന്ന അബദ്ധം വളരെ വലുതാണ്. കാരണം ഒന്നല്ല രണ്ടല്ല 3 തവണയാണ് ഈ 80-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി നാളെ അവിടെ ഒരു വലിയ ഉച്ചകോടി നടക്കുകയാണ്. ആ ഉച്ചകോടി നടക്കുന്ന മോസ്കോ നഗരത്തിലേക്ക് 3 തവണയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. എല്ലാ ആക്രമണങ്ങളെയും റഷ്യ പരാജയപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷീ ജിങ് പിങ്ങിനെ പോലെയുള്ള, അതായത് ചൈനീസ് പ്രസിഡൻ്റായ ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തെ 2ാമൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് ഷീ ജിങ് പിൻ. അങ്ങനെയുള്ള ആ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് നേരെയാണ് സെലൻസ്കി ഈ ഉണ്ടയില്ല വെടി പൊട്ടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡ്രോൺ ആക്രമണം ചൈന കയ്യും കെട്ടി നോക്കിയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും അവരുടെ പ്രസിഡന്റ് അവിടം സന്ദർശിക്കാനിരിക്കുമ്പോൾ, അദ്ദേഹം ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാനിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അബദ്ധം ഈ യുക്രൈൻ അല്ലെങ്കിൽ സെലൻസ്കി എന്തിന് കാണിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഈ 2ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ അടക്കമുള്ളവർ നേടിയ വലിയ വിജയം, ജർമ്മനിക്കെതിരായ വലിയ വിജയം, അതിൻ്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഉക്രൈനും സെലൻസ്കിയും വീണ്ടും വിചാരമില്ലാതെ നടത്തിയിരിക്കുന്ന ഈ പ്രവൃത്തി അവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെ തീർച്ചയാണ്. ഒരു പക്ഷേ റഷ്യയോടൊപ്പം ചൈന ചേർന്നേക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇതുവരെ ചൈന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ചൈന യാതൊരു നിലപാടും പറഞ്ഞിട്ടില്ല. ഇന്ത്യ അതേസമയം റഷ്യയ്ക്ക് വലിയ പിന്തുണ ഇന്ത്യ കൊടുത്ത ഒരു രാഷ്ട്രമാണ്. റഷ്യക്കെതിരെ ഒരു നീക്കങ്ങൾക്കും ഇന്ത്യ തയ്യാറല്ല എന്ന് ലോകത്തോട് ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ ഉപരോധം വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുകയും വ്യാപാരം നടത്തുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അപ്പോഴൊക്കെ ചൈന നിശബ്ദമായിട്ടിരിക്കുകയായിരുന്നു. ചൈന ഒന്നും പറഞ്ഞില്ല. പക്ഷേ റഷ്യയുമായിട്ടുള്ള ബന്ധം മോശമായിട്ടുമില്ല. ചൈന മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ റഷ്യയുമായിട്ട് തുടർന്നു. മാത്രമല്ല, നമുക്കറിയാം റഷ്യ ഒരു വലിയ ആണവ ശക്തിയാണ്. ഇപ്പോഴും റഷ്യ സൈനിക ശക്തിയിൽ ഒട്ടും മോശമല്ല. റഷ്യയുടെ വെറും ഈ സാധാരണ പടക്കങ്ങൾ ഉപയോഗിച്ച് കൊച്ചുകുട്ടികൾ കളിക്കുന്ന പടക്കോപ്പുകളൊക്കെ വെച്ച് കളിക്കുന്ന പരിപാടികളുണ്ടല്ലോ, ഈ കളിപ്പാട്ട തോക്കൊക്കെ, അതുപോലെയുള്ള സാധനങ്ങളാണ് ഉക്രൈനിന് നേരെ ഇപ്പോഴും റഷ്യ എടുത്തുപയോഗിക്കുന്നത്. മാത്രമല്ല, കൂലിപ്പട്ടാളത്തെയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. റഷ്യൻ സൈനികരെ ഒന്നും അവർ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല. മറ്റ് 3ാം ലോക രാജ്യങ്ങളിൽ നിന്ന് തൊഴിൽ തേടി വരുന്ന ആൾക്കാരെ അവർ പരിശീലിപ്പിച്ച് ഈ ഉക്രൈനെതിരായ യുദ്ധത്തിന് വിടുകയാണ്. പിന്നെ ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത്. എന്തായാലും ഇത്രയൊക്കെ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും എതിർപ്പൊക്കെ ഉയർന്നിട്ടും റഷ്യ ഈ സെലൻസ്കിയെയും ഉക്രൈനെയും വരച്ച വരയിൽ നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഉച്ചകോടിക്ക് നേരെ, അല്ലെങ്കിൽ ഉച്ചകോടി നടക്കുന്ന മോസ്കോ നഗരത്തിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ഉച്ചകോടി അവസാനിച്ചാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ല. ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം പുടിനാണ്, പഴയ ഒരു സൈനികനാണ്, സൈന്യത്തിൽ കേണലായിരുന്ന ആളാണ് വ്ളാദിമിർ പുടിൻ. ആ പുടിൻ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യും എന്ന് ലോകത്താർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ഉക്രൈൻ ചിലപ്പോൾ ഒരുപക്ഷെ തവിട് പൊടിയായിരിക്കും. അമ്മാതിരിയുള്ള ഒരു സൈനിക നീക്കമായിരിക്കും ഉക്രൈനു നേരെ നടത്തുക. അപ്പോൾ ഈ പറയുന്നത് പോലെ അതെന്തായിരിക്കും ആ രാജ്യത്തിന് ഇത്രയ്ക്ക് അറിവില്ലായ്മ ഉണ്ടോ? ഒരു പരിപാടി നടക്കുന്നു, പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ആകെ സാഹചര്യത്തിൽ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കുക എന്നത് എന്താണ് അവരുടെ ലക്ഷ്യം? ഇപ്പോൾ ഈ പാകിസ്ഥാൻ എന്തിനാണ് ഇന്ത്യക്ക് നേരെ ഈ നിഴൽ യുദ്ധം നടത്തുന്നത്? ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കണം. അങ്ങനെ വലിച്ചഴയ്ക്കുമ്പോൾ ഒരു വശത്ത് പാകിസ്ഥാനും മറുവശത്ത് ഇന്ത്യയുമാണ്. ഇന്ത്യക്കൊപ്പം അമേരിക്ക തുടങ്ങിയ ലോകരാജ്യങ്ങളൊക്കെ നിൽക്കും.
അപ്പോൾ അറബ് രാജ്യങ്ങളോട് വിലപേശി ഇരവാദം മുഴക്കി കൂട്ട നിലവിളി നടത്തി ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഫണ്ട് വാങ്ങാം. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്, ഇസ്ലാമിക ഭരണം തുടരുന്ന രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഫണ്ട് അടിച്ചു മാറ്റാം. ഇതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അതുതന്നെയാണ് ഉക്രൈൻ്റെയും ലക്ഷ്യം. ഉക്രൈൻ എന്താണ്? ഉക്രൈൻ എങ്ങനെയെങ്കിലും നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പെടണം. അതിന് ഉക്രൈന് മറ്റു വഴികളൊന്നുമില്ല. അതിലേക്ക് കയറാൻ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല. യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അതിന് താല്പര്യമുണ്ട്. ഈ ഉക്രൈനെ ഉൾപ്പെടുത്തണം എന്ന് താല്പര്യമുണ്ട്. ബ്രിട്ടനൊക്കെ താല്പര്യമുണ്ടെങ്കിലും അമേരിക്കയുടെ എതിർപ്പ് പേടിച്ചാണ് അവരൊക്കെ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉക്രൈനെ സംബന്ധിച്ച് റഷ്യ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു, റഷ്യ തിരിച്ചു വലുതായിട്ട് മാന്തി കൊടുത്തു. അപ്പോൾ നിലവിളിക്കും, അയ്യോ ഞങ്ങളെ മാന്തിയേ, ഞങ്ങളെ അത് ചെയ്തേ ഇത് ചെയ്തേ. അങ്ങനെ ഉക്രൈനോടൊരു സഹതാപം ഉണ്ടാവും. ഒരു പരിധി വരെ അമേരിക്കയും റഷ്യയും ഒക്കെ നമുക്കറിയാം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന്. ഇപ്പോൾ അവർ തമ്മിൽ വലിയ വ്യാപാരമൊക്കെ ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഉക്രൈനുമായിട്ട് റഷ്യ പോയാൽ അത് ഉക്രൈന് വലിയ തോതിലുള്ള ലോകരാഷ്ട്രങ്ങളുടെ സിമ്പതി നേടാൻ സഹായിക്കും. അവരുടെ ആ സഹതാപം നേടുന്നതിലൂടെ ഒരുപക്ഷെ നാറ്റോ സഖ്യ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ അവരെയും പെടുത്താം. അവർക്കും പ്രവേശനം കിട്ടും. അങ്ങനെ കിട്ടിയാൽ അത് ആ രാജ്യത്തിന് വലിയ നേട്ടമാണ്. അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സെലൻസ്കിയെ പോലെയുള്ള ഈ ശരിക്കും പറഞ്ഞ പഴയകാല കൊട്ടാര വിദൂഷകൻ, ഒരു ഹാസ്യ നടനാണ് ഈ സെലൻസ്കി. അയാൾക്ക് ഒരു രാജ്യം ഭരിക്കാനുള്ള, ഭരണാധികാരിയാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് എന്ന് വരച്ചു കാട്ടുന്നുണ്ട്. ആ സെലൻസ്കിക്ക് രാജ്യത്തെ ജനങ്ങളെയോ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയോ ജനങ്ങളുടെ സ്വത്ത്, സമാധാന ജീവിതം, സ്വൈര ജീവിതം ഇതൊന്നും സെലൻസ്കിക്ക് വലിയ പ്രശ്നമല്ല. സെലൻസ്കി ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ, സാഹസിക പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആന വാവിളർക്കുന്നത് പോലെ അണ്ണാൻ വാവിളർന്നാൽ എന്താ സംഭവിക്കുക എന്ന്, അല്ലേ? ആന അത്രയും വലിയ ജീവിയാണ്. ആനയ്ക്ക് അങ്ങനെ വിളർക്കാം, അതിനുള്ള കരുത്തുണ്ട്. പക്ഷെ അണ്ണാൻ വളരെ ചെറിയൊരു ജീവിയാണ്, അതിനൊന്നും സാധിക്കില്ല. ഇത് റഷ്യ പോലൊരു മഹാശക്തിയിലെടുത്ത്, ഒരു വലിയ സൈനിക ശക്തിയിലെടുത്ത്, ഒരു ആണവായുധം കൈവശമുള്ള ഒരു രാജ്യത്തിൻ്റെ അടുത്ത് വെല്ലുവിളിക്കാൻ പോയാൽ സെലൻസ്കിയെ പോലെ, അല്ലെങ്കിൽ ഉക്രൈനെ പോലൊരു ചെറിയ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായ സെലൻസ്കിക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാം. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം ഈ ചൈനയുടെ എതിർപ്പും കൂടി, അല്ലെങ്കിൽ ചൈനയുടെ ശത്രുത കൂടി വാങ്ങി എടുക്കുകയാണ് സെലൻസ്കി, അറിഞ്ഞോ അറിയാതെയോ. ഈ പറയുന്നത് പോലെ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കാൻ പോകുന്ന ഒരു ഉച്ചകോടിയിലേക്ക്, ആ ഉച്ചകോടി നടക്കുന്ന നഗരത്തിലേക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടലോ ചീറ്റലോ നടത്താൻ ശ്രമിച്ചാൽ ചൈന എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചൈനയുടെ ശക്തമായ പിന്തുണ റഷ്യക്ക് കിട്ടുകയും ഈ ചൈനയും കൂടി നേരിട്ട് ഉക്രൈനെതിരെ ഈ യുദ്ധരംഗത്തേക്ക് വരികയും ചെയ്താൽ, ആളും അർത്ഥവും കൊടുത്ത് ചൈന റഷ്യയെ സഹായിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉക്രൈൻ എന്ന രാജ്യം ഭൂമുഖത്തു നിന്ന് ഇല്ലാതാവും. അത് റഷ്യയുടെ ഭാഗമാവും. സെലൻസ്കിയെ ഒന്നുകിൽ വധിക്കും, അല്ലെങ്കിൽ പിടിച്ച് അകത്തെടുക്കും. കാലങ്ങളോളം സൂര്യനെ കാണാൻ പറ്റാത്ത ഇരുട്ടറയിൽ കൽത്തുറങ്കിൽ സെലൻസ്കിയെ അടയ്ക്കും. അതിനൊന്നും പുടിൻ മടിക്കില്ല. പുടിൻ അതിനുള്ള ചങ്കുറപ്പൊക്കെ ഉണ്ട്. പുടിൻ ഇപ്പോൾ ആവശ്യം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയാണ്. അതുകൊണ്ടാണ് പുടിൻ ഒരു മയത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഉച്ചകോടി അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ കടന്നുപോയാൽ അത് ഉക്രൈന് നല്ലത്. മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉക്രൈൻ എടുത്താൽ സംഭവിക്കാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.